ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡില് നമ്മുടെ അച്ഛമ്മ വന്നിട്ട് ആകപ്പാട് കലിപ്പാണ് എല്ലാവരോടും, അല്ലേ? അപ്പൊ നമ്മുടെ സച്ചി ഇനി നമ്മുടെ അച്ഛമ്മയോട് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു കാണുന്നു. അപ്പൊ നമ്മുടെ സച്ചിയുടെ വഴക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മുടെ അച്ഛമ്മ ആ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന നമ്മുടെ കേസരി, ആ ഒരു കേസരി ഇങ്ങനെ ടിഫിൻ ബോക്സ് ഇങ്ങനെ തുറക്കുന്നുണ്ട്. എന്നിട്ട് രേവതിനോട് പറയുന്നുണ്ട്, നീ അവനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി ആദ്യം വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇല്ല, ഞാൻ വരൂല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു മണം, ആ കേസരിയുടെ മണം നമ്മുടെ സച്ചിയുടെ മൂക്കിൽ തട്ടുന്നത്. അങ്ങനെ സച്ചി ഓടി നമ്മുടെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛമ്മ എല്ലാവർക്കും ഇങ്ങനെ വീതിച്ച് വീതിച്ച് കൊടുക്കുമായിരിക്കും കേട്ടോ. അപ്പൊ പിന്നെ നമ്മുടെ സുധിക്ക് ഇങ്ങനെ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ സച്ചി വേഗം തട്ടിപ്പറിച്ച് ഇങ്ങനെ അത് മേടിച്ച് കഴിച്ച് കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ സച്ചിയുടെ അച്ഛമ്മയുടെയും ആ ഒരു വഴക്കൊക്കെ മാറിയിട്ടോ. അതിനുശേഷം ഇപ്പൊ കൊട്ട് മൊത്തം നമ്മുടെ ചന്ദ്രമതിക്കാട്ടോ. അപ്പൊ നമുക്ക് ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛമ്മയുടെ അടുത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള വഴക്കൊക്കെ നമ്മുടെ ചന്ദ്രമതി എപ്പോഴും കേൾക്കുന്നുണ്ട്. നമ്മുടെ രേവതിനെ നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ ചന്ദ്രയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, അതുപോലെ അല്ലെങ്കിൽ കൂടിയും അതിന്റെ പത്തിലൊന്ന് എങ്കിലും നമ്മുടെ ചന്ദ്രമതിക്ക് ഇപ്പൊ തിരിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി ആണെങ്കിൽ എല്ലാവരും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചിനെയും വിളിക്കുന്നുണ്ട് നമ്മുടെ അച്ഛമ്മ. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര പറയും, അയ്യോ എല്ലാവർക്കും കൂടി ഇരിക്കാൻ ഇവിടെ സ്ഥലമൊന്നും ഇല്ലമ്മേ എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ മതി, അതിനുള്ള കസേര എല്ലാം ഇട്ടോ, ഡൈനിങ് ടേബിളിന് ചുറ്റും ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മുടെ സച്ചി എല്ലാവർക്കും വേണ്ട കസേരയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ ശ്വാസം മുട്ട്. നമ്മുടെ സച്ചിനെയും രേവതിനെയും അവര് കൂട്ടത്തിൽ കൂട്ടാറില്ലല്ലോ. അപ്പൊ നമ്മുടെ അവരെല്ലാരും കൂടി ഇരിക്കുന്നത് കാരണം ചന്ദ്രമതിക്ക് ഒട്ടും ഇതില്ല. ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ ഈ ഡൈനിങ് ടേബിൾ ചുറ്റും തിങ്ങിന്റെ ഇറങ്ങി എന്തൊരു ഇരിപ്പായത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്താനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നേരെ എന്താ പറയാ, നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, ആ വിവരം കേട്ട നീ പിന്നെ അങ്ങനെയല്ലേ പറയൂ എന്ന് പറയുന്ന ഒരു രംഗത്തിലായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ അച്ഛമ്മയെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പൊ നമ്മുടെ ശ്രുതി നമ്മുടെ വർഷം, അയ്യോ അമ്മയ്ക്ക് ഇട്ട് നല്ലത് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ചന്ദ്രമതി ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുവാണ്. നമ്മുടെ അച്ഛമ്മയുടെ കയ്യിൽ നിന്നും ഇനി എന്തൊക്കെ കിട്ടും, എന്തൊക്കെ കേൾക്കേണ്ടി വരും എന്നൊരു പിടിയില്ല. വർഷയും ശ്രുതിയും തന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ ചന്ദ്രമതി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, അല്ലെ? ഇനി നമ്മുടെ ചന്ദ്രമതി അച്ഛമ്മയെ അവിടെ നിന്ന് ഓടിക്കാനായിരിക്കും നോക്കുന്നത്, അല്ലെ? എന്തായാലും അച്ഛമ്മ കുറച്ചു ദിവസം അവിടെ വേണം, എന്നാലും നമുക്കൊരു സന്തോഷമുള്ളൂ, അല്ലെ? അപ്പൊ എന്തായാലും കാത്തിരുന്ന് കണ്ട് കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.